ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് 2 പുഡിങ്ങാണ്. അത് ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ 2 ഫ്ലേവേഴ്സുള്ള പുഡിങ്ങാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മുഹല്ലബിയ പുഡിങ്ങാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഈസി മിൽക്ക് പുഡിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിവിടെ 2 ഫ്ലേവേഴ്സിലാണ് ചെയ്യുന്നത്. ഒന്ന് ഓറഞ്ച് ഫ്ലേവറിലും പിന്നെ മറ്റൊന്ന് റോസ് സിറപ്പിൻ്റെ ഫ്ലേവറിലുമാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഈ സോസ് പാനിലോട്ട് ഞാനൊരു 500 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഇതൊരു 4 ഗ്ലാസ് മുഹല്ലബി ഉണ്ടാക്കാനുള്ള പാലാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഒരു 500 മില്ലി പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ പാലൊന്ന് തിള വരണം. അപ്പോൾ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കാം. അപ്പോൾ ഏകദേശം തിളയൊക്കെ വന്ന് തുടങ്ങി. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ പാല് കലക്കി എടുത്തതാണ്. ഞാൻ ഈ 3 ടേബിൾ സ്പൂൺ പാൽ ഈ 500 മില്ലി പാലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇത് കലക്കിയെടുത്തത്. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ പാലിലോട്ട്, ഈ തിള വരുന്ന പാലിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും, അല്ലെങ്കിൽ അടിയിലും പിടിക്കും. ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു വിസ്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. പക്ഷേ വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം വരുന്നത്. അപ്പോൾ അത് നല്ലപോലെ അത് മിക്സ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതുപോലെ അതൊന്ന് കുറുകി വരുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് തിള വരും. അപ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഈസി പുഡിങ്ങാണിത്. നല്ലപോലെ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് കുറിയെല്ലാം വന്ന് നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതും നല്ലപോലെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാട് അങ്ങ് തണുക്കാൻ വെക്കല്, അല്ലെങ്കിൽ അത് സോസ് പാനിൽ ഇരുന്നെങ്കിൽ സെറ്റാവും. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടി, എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മൾ സെർവ് ചെയ്യുന്ന ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ ഈ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പം ഞാനിവിടെ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ആ പുഡിങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും തണുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ആ ചൂടൊന്ന് മാറിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പുഡിംഗ് റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം ഗ്ലാസ്സിലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. 2 മണിക്കൂറിൽ നല്ല തണുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള പുഡിംഗ് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ 4 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിലാണ് നമ്മൾ ഒഴിച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഓറഞ്ചിൻ്റെ ഇത് റെഡിയാക്കിയിട്ട് വരാം. ഓറഞ്ചിലെ ലെയർ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ്ലി സ്ക്വീസ്ഡ് ഓറഞ്ച് ജ്യൂസാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ഡ് ഓറഞ്ച് ജ്യൂസ് ആയാലും മേടിക്കാം. ഇത് ഞാൻ ഇപ്പം പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസ് തന്നെയാണ്. ഞാൻ മധുരം ഒന്നും ഇട്ടിട്ടില്ല. ആവശ്യത്തിന് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ മധുരം ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഈ 1 കപ്പ് ഞാൻ സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിള വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം, മധുരം വേണമെങ്കിൽ. ഇത് അത്യാവശ്യം മധുരമുള്ള ഓറഞ്ചാണ്, ഞാനിതിനകത്ത് മധുരം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തിള വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചാണ്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇത് റെഡിയാക്കാം. ഇതാണ്ടേ
അത്യാവശ്യം കുറിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. അപ്പം ഒന്ന് തണുത്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് തണുത്താൽ മതിയേ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കോൺഫ്ലോർ മിക്സാണ്. നല്ല സെറ്റായി വന്നിട്ടൊക്കെ ഉണ്ട് ഗ്ലാസ്സിൽ. ഇനി നമുക്ക് ഇതിലോട്ട് ഓറഞ്ചിൻ്റെ കോൺഫ്ലോർ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഗാർണിഷിങ് ചെയ്യണം. അത് നമുക്കിതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾ റോസ് സിറപ്പിന് മുഹല്ലബിയ പുഡിങ് റെഡിയാക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റായ മുഹല്ലബി നമ്മൾ വെളിയിലെടുത്ത് ഇനി അതിൻ്റെ മേലിലോട്ട് നമ്മൾ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു പുഡിങ്ങാണ്. ഇനി നമ്മൾ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചത് വെച്ച് ഗാർണിഷ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് നമ്മൾ തിരികെ തേങ്ങ ഉണ്ടല്ലോ, തിരികെ തേങ്ങ വെച്ചും കൂടെ ഞാനിന്ന് ഗാർണിഷ് ചെയ്യാను. ഇത് നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേക രുചിയാണ് തേങ്ങയുടെ നട്ട്സിൻ്റെ എല്ലാം കൂടെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് നട്ട്സ് എന്ന് വെച്ചാൽ ബദാം പിന്നെ കാഷ്യൂസും വാൾനട്ടും കൂടെ പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള റോസ് സിറപ്പ് മുഹല്ലബിയ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. നമുക്ക് പെരുന്നാളിലായാലും ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പുഡിങ്, ഗസ്റ്റൊക്കെ വന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ്. അപ്പം നമ്മുടെ ഓറഞ്ചിൻ്റെയും ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഓറഞ്ച് മുഹല്ലബിയുടെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് സിറപ്പ് ചെയ്തുപോലെ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് നട്ട്സ് ഞാൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ യമ്മി ആയിട്ടുള്ള ഓറഞ്ച് മുഹല്ലബിയ പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു രുചിയാണ്, നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിത് കഴിച്ചാൽ വായിലിങ്ങനെ മെൽറ്റായി പോവും. അതേപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പുഡിങ്ങാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പുഡിങ്, ഓറഞ്ച് മുഹല്ലബിയ പുഡിങ്, റോസ് സിറപ്പ് മുഹല്ലബിയ പുഡിങ് രണ്ടും നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, കമൻറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പുഡിങ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.